നമ്മുടെ ഒരു റേറ്റിംഗിന് വേണ്ടി അല്ലെങ്കിൽ ആളുകളെ ഇത്തരത്തിൽ കൂടുതൽ ആശങ്കപ്പെടുത്തുക, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്കല്ലേ നമ്മൾ നൽകുന്ന ന്യൂസുകളൊക്കെ പോകുന്നത്? പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാതെ ഒരു ദൃശ്യം നമുക്ക് ലഭിക്കുന്നു, നമ്മൾ ഓണർ കൊടുക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധ ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല ഉണ്ടാവുക, മറ്റൊരു സൈക്കോളജിക്കൽ വാർഫെയർ ഉണ്ടാവും, ഒരു ഇൻഫോ വാർ ഉണ്ടാവും. ഈ സൈക്കോളജിക്കൽ വാർഫെയറും ഇൻഫോ വാറും ഒരേ സമയം തന്നെയാണ് നടക്കുക. അതിന്റെ കാരണം അതിനാണ് പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയങ്ങളൊക്കെ ഉണ്ടായിരുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശത്രു രാജ്യത്തിനെ മാനസികമായി തകർക്കുക എന്നുള്ളതാണ് ആ ഇൻഫോ വാറിന്റെ ലക്ഷ്യം. അവരുടെ ആത്മവിശ്വാസം കെടുത്തുക, അവരെ മാനസികമായി തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലാത്ത കഥകൾ, ഇല്ലാത്ത വാർത്തകൾ, തെറ്റായ വിവരങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുക. കറാച്ചി എയർപോർട്ട് ഇന്ത്യ ആക്രമിച്ചു, ഇന്ത്യയുടെ തുറമുഖം.